ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. വചനം പറയുകയാണ്, ദൈവം നമ്മെ വിളിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് അശുദ്ധിക്കകത്ത് നിൽക്കാനല്ല, വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ വ്യക്തമാക്കുന്ന ഒന്നുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഒരു വിശുദ്ധീകരണം അത്യാവശ്യമാണെന്ന് ദൈവജനം നമ്മെ അവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങൾ അശുദ്ധിക്കല്ല വിളിച്ചത്. അതിൻ്റെ തൊട്ടു മുകളിൽ ആത്മാവ് പിന്നെയും എഴുതി വച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വാസ്തവത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിൻ്റെ അനുയായിയായി സഞ്ചരിക്കുന്ന, കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നു, നിങ്ങളെ വിളിച്ചത് അശുദ്ധിക്കകത്ത് കിടന്ന് കറങ്ങാനല്ല, വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കാനാണ്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ, അതായത് ദുർനടപ്പിനകത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കകത്ത് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു, അവർ ദൈവത്തെ അറിയാത്തവരാണ്, അവർ ജാതികളെ പോലെയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മളൊക്കെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാണ്, യേശുവിനെ നന്നായിട്ട് അറിയാവുന്നവരാണ്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ പലപ്പോഴും വിട്ടുകളയേണ്ട പലതും നമ്മൾ വിട്ടുകളയുന്നില്ല. എന്നിട്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു, ഈ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്നു, ഈ ദൈവമാണ് എൻ്റെ അപ്പൻ എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷെ ദൈവവചനം പറയുന്നു, അങ്ങനെയല്ല. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയാതിരുന്നാൽ നിങ്ങൾ ദൈവത്തെ അറിയാത്തവരാണ്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ച് വിട്ടൊഴിയേണ്ടതിനെ വിട്ടുകളഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.